ചെന്നൈ സ്റ്റൈൽ ഒരു ഒഴിച്ചു കറിയാണെന്ന് ചെയ്യുന്നത്. മുളകായ മണ്ടി എന്നാണ് അതിൻ്റെ പേര്. പച്ചമുളക് വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന ഒരു ഒഴിച്ചു കറിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാത്രം നമ്മൾ അടുപ്പത്തേക്ക് വെക്കുക. ഞാൻ ഇന്നൊരു പാനാണ് എടുത്തിട്ടുള്ളത്. ആ പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ. വെളിച്ചെണ്ണ ആവശ്യമില്ല ഈ കറിക്ക്. നമുക്ക് വേറെ ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത് റൈസ് ബ്രാൻ ഓയിലാണ്. എണ്ണ ചൂടായി വരുമ്പോഴേക്കും 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കാം. കുറച്ച് കറിവേപ്പില കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കടുക് ഉലുവയൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ചെറിയ ഉള്ളി. നമ്മളത് അരിഞ്ഞ് ചെറുതാക്കേണ്ട ആവശ്യമൊന്നുമില്ല. മുഴുവനോടെ തന്നെ ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളി ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് വെളുത്തുള്ളി ചേർക്കാം. ഒരു 5 അല്ലി വെളുത്തുള്ളിയാണ് നീളത്തിലൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മുടെ മെയിനായിട്ടുള്ള സാധനം പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഇതുപോലെ നടുഭാഗം ഒന്ന് കീറിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. എത്ര വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിത് ഇത്രയും എടുത്തിട്ടുണ്ട്. ഒരു 10-15 മുളക് എടുത്തിട്ടുണ്ട്. നമുക്കത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മൾ ഒരുപാട് പച്ചമുളക് എടുത്താലും ഇതിന് അത്രയും എരിവൊന്നും ഉണ്ടാവില്ല. നമ്മൾ എണ്ണയിലിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കുന്നതുകൊണ്ട് പച്ചമുളകിൻ്റെ എരിവ് അധികം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മളൊരു 10, 15, 20 പച്ചമുളക് എടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരുപാട് എരിവൊന്നും ആ കറിക്ക് ഉണ്ടാവില്ല. മുളക് ഇതുപോലെ ഒന്ന് പൊള്ളി വരും. അതാണ് അതിൻ്റെ ഒരു പാകം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് പുളിവെള്ളമാണ്. ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഇത്ര വെള്ളത്തിൽ, കുറച്ച് വെള്ളത്തിലിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്തതാണ്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് മതി, ഒരുപാടൊന്നും ആവശ്യമില്ല. ഒത്തിരി വെള്ളം വേണ്ട അതിന്. പുളിവെള്ളം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ചേർക്കേണ്ടത് കഞ്ഞിവെള്ളമാണ്. ഈ ഒരു കപ്പിൽ, ഒരു ബൗളിൽ കഞ്ഞിവെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. കഞ്ഞിവെള്ളം ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇതൊരല്പം ശർക്കര ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തത് ചേർത്ത് കൊടുക്കാം. അല്പം മതി. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കായം കൂടി ചേർക്കാം. അല്പം കായം കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തിളച്ച് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലാക്കുക. ഒരു 3 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. 3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയാൽ മതി. ഒരുപാട് ഗ്രേവിയും ആവരുത്, എന്നാൽ തീരെ അങ്ങ് ഡ്രൈയും ആവരുത്. ആ ഒരു രീതിയിൽ വേണം എടുക്കാൻ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറിന് പിന്നെ വേറെ ഒരു കറിയും വേണ്ട. ഒരു തവണയെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണം. ഇത്രയും പച്ചമുളക് ചേർത്തെന്ന് പറഞ്ഞാൽ ഒട്ടും തന്നെ എരി ഉണ്ടാവില്ല. നല്ല ടേസ്റ്റാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയൊരു കറിയാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.